No, God, please, no. So, നമ്മുടെ ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഓക്കെ, നമ്മളെ ഡെയിലി റൂട്ടീൻ പറയാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഡെയിലി റൂട്ടീൻ എങ്ങനെയാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ ഞാനും അഞ്ചേച്ചിയും ഏർലി മോർണിംഗ് 5 ആവുമ്പം എണീക്കും. ചില ഡേയ്സ് 5:30 ആവാറുണ്ട് എണീക്കാൻ. അതിനുശേഷം നമ്മൾ ഒച്ചയാക്കാണ്ട് വേഗം അടുക്കളയിൽ പോയി നമ്മളെല്ലാം ഒപ്പരം ഉറങ്ങും. അപ്പൊ നമ്മള് ചായ ഉണ്ടാക്കും. ചായയോ കോഫിയോ തലേന്നേ നമ്മൾ ചോദിച്ചു വെക്കും അമ്മേനോടും ഡാഡിനോടും അമ്മമ്മേനോടും. ദിവസം മാറും. എന്ത് നടക്കാത്ത മനോഹരമായ സ്വപ്നം പോയിക്കോന്റെ പച്ചക്കളവ് ഒരാഴ്ചത്തെ തുണി അവരവരെ തുണി വരെ എടുത്ത് വെച്ചിട്ടില്ല. എന്നിട്ടാണ് കോഫി അല്ല കോഫി ഓർ ടീ ആക്കിട്ട് റൂമിൽ പോയിട്ട് അമ്മേനും ഡാഡിനെയും വിളിച്ചെണീപ്പിക്കും. അപ്പോഴാണ് ഇവർ എണീക്കുന്നത്. അമ്മ പിന്നെ ചായ കുടിച്ചിട്ട് പിന്നെ അമ്മ പിന്നെ ഒന്നുകൂടി ഉറങ്ങും. കാരണം അപ്പോഴേക്ക് നമുക്ക് ആ ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാലോ. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഞാനായിരുന്നു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ടേൺ ആയിട്ട് എടുക്കാറ്. അപ്പൊ അമ്മ അടുത്ത ഉറക്കം കഴിഞ്ഞ് എഴുന്നേക്കുമ്പോഴേക്കും നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും. ഡാഡി അപ്പൊക്കെ യോഗ കഴിഞ്ഞ് എത്തും. അപ്പോഴേക്ക് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യും. ചില സമയം ഞാൻ ഗണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡാഡിയോട് യോഗ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് ഞാനായിരുന്നു ദോശ ഉണ്ടാക്കിയത്. അതെ, ഡാഡിക്ക് ഇന്നത്തെ ദോശയും ചട്ടിയും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ റെഡിയാക്കിട്ട് ഡൈനിങ് ടേബിൾ നോക്കും. പിന്നെ ക്ലീനിങ് ചെയ്യാം. ക്ലീൻ ആക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള ടൈം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അമ്മേനെ വേറെ സ്കൂളിൽ പറഞ്ഞയക്കാൻ വേണ്ടി അമ്മക്ക് ടിഫിനൊക്കെ റെഡിയാക്കും. ഇന്ന് നമ്മള് ദോശ ഉണ്ടാക്കിയത്. ഇന്ന് ദോശയും ചട്നി പറഞ്ഞു. ഇങ്ങനെ ദോശ കൂട്ടാക്കുമെന്ന് ചോദിക്കും. അമ്മമ്മ ഇന്നത്തെ ദോശയും ചമ്മന്തി എങ്ങനെയുണ്ടായിരുന്നു? എനിവേ നമുക്ക് അമ്മമ്മയെ കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം ഡാഡിക്ക് ഒന്ന് ഡാഡിന്റെ തുണിയൊക്കെ നമ്മൾ അലക്കും ഒറ്റക്ക്. നമ്മൾ നല്ല ക്ലോത്ത്സ് ആണ് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റാറില്ല. കല്ലുന്ന പിന്നെ നമ്മള് രാവിലെ ഡാഡിക്ക് വേണ്ടി ന്യൂസ് പേപ്പർ എല്ലാം ഇങ്ങനെ ഡാഡിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. ന്യൂസ് പേപ്പറിനെ വായിക്കാൻ അറിയാൻ കിട്ടാറില്ല. അതാ ഉദ്ദേശിച്ചത്. നമ്മൾ വായിച്ചു അതറിയില്ല. കാരണം അങ്ങനൊക്കെ ദുബായിലൊക്കെ ആയതുകൊണ്ട് മലയാളം സെക്ഷനെ ഡാഡി അറബി അറബി. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ബേഴ്സ് എണീക്കും. നെയ്ബേഴ്സ് എണീച്ച പിന്നെ അറിയാലോ ഫുള്ള് ജോലിയാണ്. ഫുള്ള് അവന് തിന്നാൻ വേണ്ടി അതിന്റെ ഇടക്ക് നമ്മളൊന്ന് അമ്മേനെ വിളിച്ച് ചോദിക്കും ഇന്ന് ഈവനിങ് വരുമ്പോഴേക്ക് എന്താ സ്നാക്സ് വേണ്ട, അതുപോലെ കറിയെല്ലാം എന്താ അമ്മേന്റെ ഇഷ്ടം. രാവിലെ തന്നെ ഉച്ചക്കത്തെ ഫുഡൊക്കെ നമുക്ക് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന സമയം തന്നെ ഉച്ചക്ക് വീട്ടിൽ വേണമെങ്കിൽ എല്ലാ ടൈമിലേക്ക് ആയിട്ടുണ്ടാവും. നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. പിന്നെ ഡാഡിക്ക് വേണ്ടി നമ്മൾ ചോറെല്ലാം സ്വന്തം ഡാഡിക്ക് വേണ്ടി എല്ലാം റെഡിയാക്കി ചില ദിവസം പറയും എന്തെങ്കിലും സ്പെഷ്യൽ വേണമെന്ന്. അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ പെട്ടെന്ന് ആക്കി കൊടുക്കും. ഡാഡി തിന്നാൻ നോക്കുക. അപ്പൊ രാവിലെ ആയി കഴിഞ്ഞാൽ കൂടി ഡാഡി നമ്മളാക്കി കൊടുക്കും. ഒന്നും ഇല്ലാണ്ടിരിക്കുമ്പോ നമ്മളാക്കി കൊടുക്കും. ചില ഡാഡിക്ക് അണ്ടിഷ്ടമായില്ലെങ്കിൽ ഡാഡി പറയും ഒന്നും ഇല്ലല്ലോ. നമ്മള് പെട്ടെന്ന് ഉണ്ടാക്കിക്കോ. അമ്മ വന്നപാട് സ്കൂളിൽ നിന്ന് വന്നപാട് നമ്മൾ അമ്മേന്റെ കാലെല്ലാം ഇങ്ങനെ മസാജ് ചെയ്തു. എവളോടാ വേദന മുട്ടിന് താഴെയുള്ളൂ. കടവിൽ കൊടുക്കും. അങ്ങനെ ടീച്ചിങ് ആണല്ലോ. നിൽക്കുമ്പം കുറച്ച് ബുദ്ധിമുട്ടല്ലേ കാലുവേദനയൊക്കെ വരുന്നത്. സോ നമ്മള് അങ്ങനെ ഭയങ്കര അങ്ങനത്തെ കുട്ടികളാണ് അല്ലേ ഡാഡി? നല്ല ചിട്ടികളെ വളർത്തിയിട്ടാണ്.
അത് ചില ദിവസം ഇവള് കഴിക്കെടുക്കാറുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ചില ദിവസം നമ്മളെ പറ്റി എന്താ ഡാഡിക്ക് പറയാനുള്ളത് കേട്ടോക്കാം. അല്ല, അല്ലാണ്ട് പൊതുവെ നമ്മളിങ്ങനെ രാവിലെ 5:30 എണീച്ച് അമ്മക്ക് നമ്മക്കും ഡാഡിക്കും വേണ്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി പാത്രങ്ങളൊക്കെ കഴുകി വെക്കും. എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മൾ വരുത്തുന്നില്ലല്ലോ. അപ്പൊ മേഘമൊക്കെ കൂടാറുണ്ട് പാത്രം അപ്പം ഡാഡിക്ക് എന്താ നമ്മളെ പറ്റി എന്താ പറയാനുള്ളേ? ബെസ്റ്റ് ഡോട്ടേഴ്സ് ഞല്ലേ? കരയാൻ തോന്നുന്നുണ്ടാ? വേർഡ്സ് കിട്ടുന്നില്ല. കരച്ചില് വരുന്നുണ്ട് അത്രയും നല്ല കുട്ടികളെ കിട്ടിയോണ്ട്. എന്നിട്ട് നമ്മൾ ഇന്ന് ലഞ്ചിന് നമ്മൾ കൊറേ ടൈപ്സ് ഓഫ് കറികളൊക്കെ ഉണ്ടാക്കി. വറവുണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി. നമ്മള് ആക്ച്വലി ഇങ്ങനെ ഡാഡിനോടും അമ്മേനോടും ചോദിക്കും എന്തൊക്കെ കറിയാന്ന് ഇന്ന് വേണ്ടേന്ന്. അപ്പൊ അവര് അമ്മ ഇന്ന് പറഞ്ഞ കറി എന്തായിരുന്നു നമുക്ക് വേണമെന്ന് ആലോചിച്ച് പറഞ്ഞ ഏത് കറിയാ വേണമെന്ന് പറഞ്ഞ അമ്മ? ഏത് കറി വേണമെന്ന് ഇത് പറഞ്ഞേ? മോള് അനുഷ്ക പല്ല് തേച്ചാല് പേസ്റ്റ് വരെ അടിയുണ്ടാവും. അത് വരെ ഞാൻ അടുത്ത് വെക്കലുണ്ട് കണ്ടാല്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റും. കട്ട് കട്ട് ചെയ്ത് മാറ്റും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ എന്റെ മോൻ എന്നോട് പറഞ്ഞ നന്ദി നമസ്കാരം. നന്ദി നമസ്കാരം.